കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും ആയിട്ടുള്ള വി ഡി സതീശൻ നൽകിയ വാഗ്ദാനം ഇന്ന് ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പേ UDF കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതൊന്ന് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്നതാണ്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കുന്നത്. ഇത് കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണ്. ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ചിലപ്പോൾ ചില ന്യൂനതകളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായി എന്ന് വരാം. അതിന്റെ പേരിൽ ഇടതുപക്ഷ MLA-മാർ ഈ പരിപാടി ബഹിഷ്കരിച്ചതായിട്ടാണ് ഇന്ന് പത്രത്തിൽ വാർത്ത കണ്ടത്. ഇത് സാധാരണയായിട്ട് ഇത്തരത്തിലൊരു പരിപാടി നടപ്പിലാക്കുമ്പോൾ ചില പോരായ്മകൾ ഉണ്ടായാൽ അത് തിരുത്തുന്നതിന് അല്ലെങ്കിൽ അത് പരിഹരിക്കുന്നതിന് സഹായിക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ ഘട്ടത്തിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നീട് അത് പരിഹരിക്കപ്പെടുകയാണ് ചെയ്തത്. അതുപോലെ കേരളത്തിലെ ചരിത്രത്തിലെ ഒരു വലിയ സംഭവമാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത്. എന്തെങ്കിലും പോരായ്മ പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലാണ് അവർ നടത്തേണ്ടിയിരുന്നത്. അതിനു പകരം കേരളത്തിലെ സഹോദരിമാർക്ക് സൗജന്യമായി ലഭിക്കുന്ന ഒരു ആനുകൂല്യത്തിന് എതിരെ കൊഞ്ഞനം കാട്ടുകയാണ് ഇടതുപക്ഷത്തിന്റെ MLA-മാർ ഇടതുപക്ഷം ചെയ്യുന്നത്. ഇത് ഗവൺമെന്റ് പ്രഖ്യാപിച്ച പരിപാടിയാണ്. തീർച്ചയായിട്ടും കേരള ഗവൺമെന്റിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. നമ്മുടെ സഹോദരിമാർ ഇന്ന് KSRTC ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്യുകയാണ്. ചിലപ്പോ അന്തർ ജില്ലാ ബസ്സുകളിലോ അതുപോലെ തന്നെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലോ ഈ സൗജന്യം ഇപ്പം ലഭ്യമായിരിക്കില്ല. അത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പറയേണ്ടത്. എങ്ങനെയൊക്കെയാണ് എന്നത് സംബന്ധിച്ച് ഇത് വിശദീകരിക്കേണ്ടത് ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ആളുകളാണ്. ഒരു കാര്യം വ്യക്തമാണ്, നാട്ടിൻ പ്രദേശത്തിലും ഓർഡിനറി ബസ്സിലും ഓർഡിനറി ടൗൺ സർവീസിലും എല്ലാം ഈ സൗജന്യം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തികച്ചും വിപ്ലവകരമായിട്ടുള്ള ഒരു ആനുകൂല്യം തന്നെയാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. സർവരും അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. ഗവൺമെന്റിനെ ഹാർദമായി അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ UDF പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ ജനക്ഷേമ പദ്ധതികളും സമയബന്ധിതമായി നടപ്പിലാക്കുമെന്നാണ് കഴിഞ്ഞ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഓരോന്നോരോന്നായി നടപ്പിലാക്കുന്ന ഗവൺമെന്റിനെ നമുക്ക് അഭിനന്ദിക്കാം. ഇതിന്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താം. തീർച്ചയായും ഒരു പുതിയ ഒരു സംരംഭം എന്ന നിലക്ക്, കേരളത്തിലെ വിപ്ലവകരമായ ഒരു സംരംഭം എന്ന നിലക്ക് നമുക്ക് എല്ലാവർക്കും അതിനെ സ്വാഗതം ചെയ്യാം. ഗവൺമെന്റിനെ അഭിനന്ദിക്കാം. രാഹുൽ ഗാന്ധി അഭിവാദ്യങ്ങൾ വി ഡി സതീശൻ അഭിവാദ്യങ്ങൾ CP ജോണിന്